പാചകവാതക പ്രതിസന്ധിയിൽ എറണാകുളത്ത് അവലോകന യോഗം ചേരും. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് യോഗം. രാവിലെ 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ ഓയിൽ കമ്പനി, ഗ്യാസ് വിതരണ ഏജൻസി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, പകരം സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ബാധ്യത. അത് നിറവേറ്റാൻ കഴിയുന്നുണ്ടോ? എന്ത് തീരുമാനത്തിലേക്കാണ് എറണാകുളം ജില്ലാ കലക്ടർ പോകാൻ ഇരിക്കുന്നത്? നൌഫൽ, പാചകവാതക പ്രതിസന്ധി വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എറണാകുളം, പ്രത്യേകിച്ച് മെട്രോ നഗരമായ കൊച്ചിയെ തന്നെയാണ് എന്ന് പ്രധാനമായി പറയാൻ സാധിക്കും. കാരണം നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, വ്യവസായ മേഖലയുണ്ട്, IT പാർക്കുകളുണ്ട്. ഇവിടെയെല്ലാം താമസിക്കുന്ന ജീവനക്കാരുണ്ട്, അവർ താമസിക്കുന്ന ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ഉണ്ട്. ഒപ്പം തന്നെ സിനിമാ മേഖലയുണ്ട്. ഇത്തരം മേഖലകളിലെല്ലാം തന്നെ ഒരുപോലെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കൊച്ചി നഗരത്തിലെ ഏതാണ്ട് ഭൂരിഭാഗം ഹോട്ടലുകളുടെയും പ്രവർത്തനം താളം തെറ്റിയിട്ടുണ്ട്. പ്രവർത്തനം നിർത്തിവെച്ച ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വിറകടുപ്പുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 2000-ഓളം ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം നിരവധി ജീവനക്കാർ, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഹോസ്റ്റലുകളാണ്. ഈ ഹോസ്റ്റലുകൾ പൂട്ടേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. മറ്റൊന്ന്, ഈ ഓയിൽ കമ്പനികൾ, ഈ ഗ്യാസ് വിതരണം, ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സിനിമാ മേഖലയിലും മറ്റൊരു പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ സിനിമാ മേഖലയിൽ സെറ്റുകളിൽ ഈ പാചകം ചെയ്യുന്നതെല്ലാം ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. നിർമ്മാണം അല്ലെങ്കിൽ ചിത്രീകരണം നടക്കുന്ന സിനിമകളിലെല്ലാം തന്നെ അത് ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെ പ്രതിസന്ധി വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലായിരിക്കും ഈ യോഗം ചേരുക. ഈ ഓയിൽ കമ്പനി പ്രതിനിധികൾ, ഒപ്പം തന്നെ ഗ്യാസ് ഏജൻസി പ്രതിനിധികൾ, ഒപ്പം തന്നെ റേഷനിംഗ് ഓഫീസർ, സപ്ലൈ ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ സിലിണ്ടറുകൾ അത് കരിഞ്ചന്തയിൽ പൂഴ്ത്തിവെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള വിതരണം അത് സാധ്യമാക്കുക, ഈ പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക, ഇത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടുള്ള ഈ യോഗത്തിൽ ചർച്ചയാവുക. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകളും ഒരു ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ ഗ്യാസ് സിലിണ്ടറുകളെല്ലാം എവിടെയെങ്കിലും പൂഴ്ത്തിവെച്ചിട്ടുണ്ടോ, കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു പ്രായോഗിക പ്രാതിനിധ്യം, അത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധന